വശത്ത് ശാസ്ത്ര പുരോഗതിയിലും സാങ്കേതിക നേട്ടങ്ങളിലും അടിക്കടി കുതിച്ചുയരുന്ന ഇന്നത്തെ ലോകം, മറുവശത്ത് ധാർമ്മികതയിൽ പിന്നോട്ടു പോവുകയാണ് എന്നത് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. ആധുനിക ലോകത്തിന്റെ മൂല്യച്യുതിയും ധാർമ്മിക അധപതനവും പ്രവചനാത്മാവിൽ കണ്ട് നമ്മുടെ കർത്താവ് 2 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഇപ്രകാരം പറഞ്ഞു: മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? കർത്താവിന്റെ മഹത്വപൂർണമായ 2ാം വരവിന്റെ മുന്നോടിയായി സംഭവിക്കേണ്ട വിശ്വാസ ത്യാഗത്തെ വിശുദ്ധ ലിഖിതങ്ങൾ വരച്ചു കാട്ടുമ്പോൾ നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ചും അതിന്റെ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഷെക്കേന ടെലിവിഷൻ പ്രിയ പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നു അവിശ്വാസിയാകാതെ എന്ന ഈ പ്രോഗ്രാം. എവറസ്റ്റ് കൊടുമുടികളും സമുദ്രത്തിന്റെ അഗാധങ്ങളും ബഹിരാകാശ സഞ്ചയങ്ങളും കാൽ കീഴിലാക്കിയ മനുഷ്യന്റെ അഹങ്കാരം അവനെ ധാർമ്മിക അധപതനത്തിലേക്ക് നയിച്ചു. ജീവന്റെ ജ്ഞാനത്തിന്റെ ഉറവിടമായ ദൈവത്തോട് മറുതലിക്കാൻ വരെ അവൻ മുതിർന്നു. അറിവുകളുടെയും വികസനത്തിന്റെയും പടവുകൾ കയറുമ്പോൾ ദൈവത്തെപ്പറ്റിയുള്ള അജ്ഞത അവനെ കീഴടക്കിയത് അവൻ ഗൗനിച്ചില്ല. ഭൂമിയും ഭൗമോപരിതലങ്ങളും മനുഷ്യ ശരീരഘടനയും കാലാവസ്ഥാ പ്രതിഭാസങ്ങളും എന്നിങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അറിവിന്റെ ശൃംഖലകൾ കീഴടക്കിയ മനുഷ്യന്റെ ചെറിയ ബുദ്ധിക്ക് അംഗീകരിക്കാനും വിശദീകരിക്കാനും കഴിയാത്തതായി ഒന്ന് ശേഷിച്ചു: ദൈവം എന്ന യാഥാർത്ഥ്യം. ദൈവം തന്ന ബുദ്ധി കൊണ്ട് ദൈവത്തെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് അധപതിച്ച മനുഷ്യരെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവമില്ല എന്ന് ബോഷൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. പരിമിതമായ മനുഷ്യബുദ്ധി കൊണ്ട് സൃഷ്ടിചരിത്രം വരെ തിരുത്തിക്കുറിച്ചു മനുഷ്യൻ. എന്നാൽ സൃഷ്ടിയെ സംബന്ധിച്ച് മനുഷ്യൻ കൊണ്ടുവന്ന എല്ലാ സിദ്ധാന്തങ്ങളിലും ചില ചോദ്യങ്ങൾ അവശേഷിച്ചു. അമാനുഷികവും അദൃശ്യവും മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യവുമായ ദൈവമെന്ന നിത്യസത്യം കൊണ്ട് മാത്രം വിശദീകരിക്കാനാകുന്ന ആ ചോദ്യങ്ങൾക്ക് ദൈവത്തിലൂടെ ഉത്തരം കണ്ടെത്താൻ മനുഷ്യന്റെ അഹങ്കാരം അവനെ അനുവദിച്ചില്ല. ദൈവത്തിന്റെ അസ്തിത്വം നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ അധപതിച്ചു. ദൈവവചനത്തോടും ദൈവകൽപ്പനകളോടും മറുതലിക്കുന്ന ഒരു ജനത ഭൂമിയിൽ രൂപപ്പെട്ടു. സ്വന്തം ഇഷ്ടപ്രകാരം എന്തും ചെയ്യാനും സ്വാർത്ഥ ലാഭങ്ങൾക്കായി ഏതറ്റം വരെയും പോകാനുമുള്ള മനുഷ്യന്റെ പരക്കം പാച്ചിലിൽ ദൈവവിശ്വാസവും ധാർമ്മിക മൂല്യങ്ങളും അവന് തടസ്സങ്ങളായി. വികസനത്തിലേക്കുള്ള പാതയിൽ അപ്രസക്ത ഘടകങ്ങളായി അവ പരിഗണിക്കപ്പെട്ടു. അതിന്റെ ഫലമോ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന മൂല്യച്യുതിയും. സൃഷ്ടി സൃഷ്ടാവിനെ മറന്ന് സൃഷ്ടികളിൽ പ്രത്യാശയർപ്പിച്ചു. സകല നന്മയുടെയും വിജ്ഞാനത്തിൻ്റെയും സ്രോതസ്സായ ദൈവത്തെ മറന്ന് മനുഷ്യന് അവൻ്റെ ചിന്താഗതികളനുസരിച്ച് ഭൂമിയിൽ ചെയ്യാൻ പാടില്ലാത്തതായി ഒന്നുമില്ലായിരുന്നു. നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ നാം കാണുന്ന കൊടും തിന്മകളുടെയും ക്രൂരതകളുടെയും കാരണം ദൈവത്തിൽ നിന്നുള്ള മനുഷ്യന്റെ ഈ ഒളിച്ചോട്ടം തന്നെയാണ്. ദൈവം പിതാവാണ് എന്ന സത്യം വിസ്മരിക്കപ്പെടുന്നിടത്ത് സാഹോദര്യം നഷ്ടപ്പെടുന്നു. ഭിന്നതകൾ ഉടലെടുക്കുന്നു. കൊലപാതകങ്ങൾ സാധാരണമാകുന്നു. പീഡനങ്ങൾ പെരുകുന്നു. പരസ്പര സ്നേഹം മന്ദീഭവിക്കുന്നു. ദൈവത്തെ സൃഷ്ടാവായി അംഗീകരിക്കാനാവാതെ വരുമ്പോൾ ജീവന്റെ സംരക്ഷകരാകേണ്ടവർ അതിൻ്റെ സംഹാരകരാകുന്നു. ചരിത്രത്തിൽ മുമ്പെങ്ങും ഉണ്ടാവാത്ത തോതിൽ ഗർഭചിത്രങ്ങളും ദയാവധങ്ങളും പെരുകുന്നതിന്റെ കാരണവും ഇത് തന്നെയെന്ന് നിസ്സംശയം പറയാം. ദൈവത്തെ ദൈവമായി അംഗീകരിക്കാനാവാതെ വരുമ്പോൾ പാപം പാപമല്ലാതായി മാറുന്നു.
പ്രശസ്ത തത്വചിന്തകനായിരുന്ന ഡോസ്റ്റോവസ്കി എഴുതി, ദൈവം ഇല്ലാതാകുമ്പോൾ സർവവും അനുവദനീയമാകുന്നു. ദൈവത്തെ മാറ്റി നിർത്തിയാൽ മനുഷ്യൻ സമഗ്ര സ്വാതന്ത്ര്യം അനുഭവിക്കുമെന്ന മിഥ്യാധാരണയാണ് നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാന തത്വം. എന്നാൽ സത്യദൈവവുമായുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടലിലാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ദൈവത്തോടും സഹോദരങ്ങളോടും മനുഷ്യനെ ഐക്യപ്പെടുത്തുന്ന മനസാക്ഷിയുടെ സ്വാതന്ത്ര്യം. അഗാധമായ പാണ്ഡിത്യത്തിന്റെയും പ്രശസ്തിയുടെയും കൊടുമുടിയിൽ നിരീശ്വരവാദത്തിന്റെ അടിമത്തത്തിലായിരുന്ന വിശുദ്ധ അഗസ്റ്റിനെ സഭാ പണ്ഡിതനും വിശുദ്ധനുമാക്കി മാറ്റിയത് ദൈവമെന്ന സത്യവുമായുള്ള കണ്ടുമുട്ടലിൽ ലഭിച്ച സ്വാതന്ത്ര്യമായിരുന്നു. കുഞ്ഞിലെ തന്നെ അനന്യമായ ബുദ്ധിസാമർഥ്യവും സംസാരപാഠവും അഗസ്റ്റിനിൽ പ്രകടമായിരുന്നു. ലോകമോഹങ്ങളും സ്ഥാനമാനങ്ങളും അവന്റെ യുവഹൃദയത്തെ മലിനപ്പെടുത്തി. അവന്റെ സംസാര നൈപുണ്യത്താൽ അവൻ പ്രശസ്തിയുടെ കൊടുമുടികൾ കയറി. തന്റെ ചെറിയ ബുദ്ധി കൊണ്ട് വിശദീകരിക്കാനാകാത്ത ദൈവത്തെ അവൻ പരസ്യമായി നിഷേധിച്ചു. മനുഷ്യന്റെ പ്രീതിക്കായും സ്വാർത്ഥ താല്പര്യങ്ങൾക്കായുമുള്ള അവന്റെ ജീവിതത്തിൽ മൂല്യങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും സ്ഥാനമില്ലായിരുന്നു. രാജസദസ്സിൽ പ്രസംഗിക്കാൻ അവൻ പല പ്രാവശ്യം നിയോഗിക്കപ്പെട്ടു. എന്നാൽ ലോകം നീട്ടിയ സ്ഥാനങ്ങളോ സന്തോഷങ്ങളോ അവനിൽ ആന്തരിക സ്വാതന്ത്ര്യം ഉളവാക്കിയില്ല. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിനായി അവന്റെ ഹൃദയം തേങ്ങിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ വിശുദ്ധ ബൈബിളിൽ അവൻ ആ സത്യം കണ്ടെത്തി. ക്രിസ്തുവിന്റെ സ്നേഹം അവനെ സ്വതന്ത്രനാക്കി. ക്രിസ്തുവിനെ മറന്ന് താൻ നേടിയതും സ്വന്തമാക്കിയതുമെല്ലാം മിഥ്യയായിരുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ദൈവത്തിന്റെ ശ്രേഷ്ഠതയും കരുണയും തിരിച്ചറിഞ്ഞ നിമിഷം തന്റെ യുക്തിവാദങ്ങളും നിഷേധാത്മക ചിന്തകളും എത്രയോ അർത്ഥശൂന്യമായിരുന്നുവെന്ന് അവൻ മനസ്സിലാക്കി. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്നു നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപ് യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക. മായാമോഹങ്ങളുടെ താൽക്കാലിക സന്തോഷങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടി ദൈവത്തിന്റെ അസ്തിത്വത്തെ തള്ളിപ്പറയുന്ന അനേകം യുവജനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വിശുദ്ധ അഗസ്റ്റിന്റെ മാനസാന്തര കഥയും അതിലൂടെ അദ്ദേഹത്തിനും സമൂഹത്തിനും കൈവന്ന സ്നേഹവും സമാധാനവും ഇക്കൂട്ടർക്ക് മാതൃകയാകട്ടെ. അനന്തനിത്യസത്യമായ ദൈവത്തെ അനുഭവിക്കാൻ വിശുദ്ധ അഗസ്റ്റിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അദ്ദേഹം എഴുതി, ദൈവമേ, ഞാൻ കണ്ടെത്താൻ വൈകിയ സൗഭാഗ്യമാണ് അങ്ങ്. അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ചത് അങ്ങേക്ക് വേണ്ടിയാണ്. അങ്ങിൽ വലയം പ്രാപിക്കുന്നതുവരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാണ്. സ്വന്തം ഇഷ്ടങ്ങൾക്കായി മാത്രം അധ്വാനിച്ചിരുന്ന അദ്ദേഹത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ദൈവസ്നേഹത്തെ പ്രതിയും സഹോദര സ്നേഹത്തെ പ്രതിയുമായിരുന്നു. ദൈവമില്ലാതിരുന്ന തന്റെ ജീവിതത്തിന്റെ ദുരവസ്ഥയെപ്പറ്റി വിശുദ്ധ അഗസ്റ്റിന്റെ ഏറ്റുപറച്ചിലുകൾ എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. God is close to us. God is more brother than any brother. He's more friend than any friend. More lover than any lover.
ദൈവത്തെ അറിഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സ്നേഹത്തിൽ നിന്നായിരിക്കുമെന്ന് അദ്ദേഹം വിവരിക്കുന്നു. സത്യത്തെ തേടിയലഞ്ഞ ലോകദൃഷ്ടിയിൽ അതീവ പണ്ഡിതനായിരുന്ന അദ്ദേഹം സത്യദൈവത്തെ കണ്ടെത്തിയപ്പോൾ ഇപ്രകാരം എഴുതി: ദൈവവുമായുള്ള സ്നേഹബന്ധത്തിലും ഉപരിയായി ഒരു പ്രണയബന്ധവുമില്ല. അവിടുത്തെ തേടിയുള്ള യാത്രയിലും ഉപരിയായ ഒരു സാഹസവുമില്ല. അവിടുത്തെ കണ്ടെത്തുന്നതിലും ഉപരിയായ ഒരു നേട്ടവും മനുഷ്യജീവിതത്തിലില്ല. ദൈവത്തെ അംഗീകരിക്കുന്നവരും അവഗണിക്കുന്നവരും ഒന്നുപോലെ നേരിടേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്: മരണം. യഥേഷ്ടം ജീവിച്ച പല നിരീശ്വരവാദികളും വലിയ ഭയത്തോടെയും ആകുലതയോടെയും മരണക്കിടക്കയിൽ തങ്ങളുടെ അന്ത്യദിനങ്ങൾ എണ്ണിത്തീർക്കുമ്പോൾ, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ജീവിച്ചവർ മരണത്തെ സമാധാനത്തോടെ പുലുകുന്നത് തന്നെ നിരീശ്വരവാദികളുടെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു വസ്തുതയാണ്. ലോക പ്രശസ്തരായ പല നിരീശ്വരവാദികളുടെ അവസാന വാക്കുകൾ ഈ പശ്ചാത്തലത്തിൽ ഏറെ ശ്രദ്ധ ആകർഷിക്കുന്നവയാണ്. പ്രശസ്ത ഫ്രഞ്ച് എഴുത്തുകാരനും തത്വചിന്തകനുമായി ലോകമെങ്ങും വിഖ്യാതനായ വോൾട്ടയർ ക്രൈസ്തവ മതത്തെ പൊതുവായി അവഹേളിക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തെപ്പറ്റി തന്റെ ജീവിതകാലത്ത് അദ്ദേഹം പറഞ്ഞു: മൂഢരാൽ എഴുതപ്പെട്ടതും ബുദ്ധിഹീനർ നിർദ്ദേശിക്കുന്നതും ദുഷ്ടർ പഠിപ്പിക്കുന്നതുമായ ഗ്രന്ഥമാണ് ബൈബിൾ. ലോകം കണ്ട ഏറ്റവും വലിയ നിരീശ്വരവാദികളിൽ ഒരാളായ വോൾട്ടയർ ക്രിസ്തുവിനെയും ദുഷിച്ചു പറയുകയുണ്ടായി. ഏകസത്യദൈവമായ ക്രിസ്തുവിനെ പറ്റി വോൾട്ടയർ പറഞ്ഞു: ആ നിർഭാഗ്യവാൻ ശപിക്കപ്പെട്ടവനാകട്ടെ. 20 വർഷങ്ങൾക്കുള്ളിൽ ക്രൈസ്തവ മതം ഭൂമുഖത്ത് നിന്ന് നാമാവിശേഷമാകും. 12 അപ്പസ്തോലന്മാരാൽ നിർമ്മിക്കപ്പെട്ട സൗധം ഞാൻ എന്ന ഒരാളുടെ കൈകൾ കൊണ്ട് നശിപ്പിക്കപ്പെടും. ക്രൈസ്തവ മതത്തിന്റെ അസ്തിത്വം ഇല്ലാതാകും. ബൈബിൾ ചരിത്രത്തിന്റെ ഇരുട്ടിൽ മറയ്ക്കപ്പെടും. 1778 വോൾട്ടയറിന്റെ മരണത്തിന് 50 വർഷങ്ങൾക്ക് ശേഷം വോൾട്ടയറിന്റെ വീടും പ്രസ്സും ഇവാഞ്ചലിക്കൽ സൊസൈറ്റി ഓഫ് ജനീവ എന്ന സംഘടനയുടെ സ്ഥാപകൻ സ്വന്തമാക്കുകയും അത് ബൈബിളുകളുടെ കലവറയായി മാറ്റപ്പെടുകയും ചെയ്തു. വോൾട്ടയർ മരിച്ചു, ഒപ്പം വോൾട്ടയറിന്റെ അർത്ഥശൂന്യമായ സിദ്ധാന്തങ്ങളും. എന്നാൽ സത്യദൈവത്തിന്റെ നിത്യവചനത്തിന് പ്രചാരം വർദ്ധിച്ചു എന്ന് മാത്രമല്ല, ലോകത്തിൽ മറ്റേതു ഗ്രന്ഥത്തെക്കാളും തർജ്ജിമകളുള്ളതും അച്ചടിക്കപ്പെടുന്നതുമായ ഗ്രന്ഥമായി വിശുദ്ധ ബൈബിൾ മാറി. വോൾട്ടയറിനെ മരണക്കിടക്കയിൽ ശുശ്രൂഷിച്ച ഡോക്ടർ ഫോച്ച് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞതായി സാക്ഷ്യപ്പെടുത്തി: ദൈവത്താലും മനുഷ്യരാലും ഞാൻ പരിത്യജിക്കപ്പെട്ടു. ഞാൻ മരിക്കുകയും നരകത്തിലേക്ക് പോവുകയും ചെയ്യും. ഓ യേശുക്രിസ്തുവേ. വോൾട്ടയറിനെ ശുശ്രൂഷിച്ച നേഴ്സ് പിന്നീട് ഇങ്ങനെ പറഞ്ഞു: യൂറോപ്പിലെ മുഴുവൻ പണവും തന്നാൽ പോലും മറ്റൊരു നിരീശ്വരവാദിയുടെ മരണം കൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം രാത്രി മുഴുവനും പശ്ചാത്താപ വിവശനായി അദ്ദേഹം വിലപിക്കുകയായിരുന്നു. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ലോകസ്വാധീനം ചെലുത്തിയ നെപ്പോളിയൻ ബോണപാർട്ട് പറഞ്ഞു: ലോകത്തിലെ മറ്റൊരു വ്യക്തിയോടും യേശുക്രിസ്തുവിനെ തുലനം ചെയ്യാൻ കഴിയില്ല. അലക്സാണ്ടർ സീസർ എന്തിന് ഞാനും സൈന്യശക്തിയാൽ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തി. എന്നാൽ സ്നേഹം കൊണ്ട് തൻ്റെ സാമ്രാജ്യം പടുത്തുയർത്തിയവനാണ് ക്രിസ്തു. അതിനാൽ ഈ നിമിഷം ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ക്രിസ്തുവിനായി മരിക്കാൻ തയ്യാറാണ്. മഹാനായ നെപ്പോളിയൻ എന്ന് വിളിക്കപ്പെട്ടവന്റെ വിധി ഇതാണ്: എൻ്റെ കഠിനമായ പ്രവൃത്തികൾ ക്രിസ്തുവിൻ്റെ നിത്യമായ രാജ്യത്തിൽ നിന്നും എത്ര വലിയ വിടവാണ് എനിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അമേരിക്കയിലെ പ്രമുഖ എഴുത്തുകാരനായിരുന്ന തോമസ് പെയിൻ്റെ അവസാന വാക്കുകൾ ഇപ്രകാരമായിരുന്നു: പിശാചിന് ഒരു ദൂതനുണ്ടായിരുന്നെങ്കിൽ ഞാനായിരുന്നു അത്. നരകത്തിൻ്റെ വക്കിൽ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. ക്രിസ്തുവേ എന്നെ സഹായിച്ചാലും. ചാൻസലറായിരുന്ന തോമസ് സ്കോട്ട് മരണനാഴികയിൽ ഇപ്രകാരം വിലപിച്ചു: ഈ നിമിഷം വരെ ദൈവമോ നരകമോ ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവ രണ്ടുമുണ്ടെന്ന് ഞാൻ അറിയുന്നു. സർവശക്തന്റെ ന്യായവിധി എന്നെ നിത്യനരകത്തിനായി വിധിച്ചിരിക്കുന്നു. ദൈവത്തെ വെല്ലുവിളിക്കുകയും ക്രൈസ്തവരെ നിന്ദിക്കുകയും ചെയ്തിരുന്ന നിരീശ്വരവാദികളുടെ അന്ത്യം പലപ്പോഴും കടുത്ത നിരാശയിലും കുറ്റബോധത്തിലുമായിരുന്നുവെന്ന്
ചരിത്രം തെളിയിക്കുന്നു. എന്നാൽ ക്രിസ്തുവുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന മഹത് വ്യക്തികൾ ദൈവവുമായി തങ്ങളെ ഒരുമിപ്പിക്കുന്ന മരണത്തിനായി കാത്തിരുന്നവരും തികഞ്ഞ ആത്മസംതൃപ്തിയോടെയും സമാധാനത്തോടെയും മരണത്തെ പുണർന്നവരുമായിരുന്നു. ക്രിസ്തുവിന്റെ അനുയായികളെ തേടിപ്പിടിച്ച് പീഡിപ്പിച്ചിരുന്ന സാവൂൾ യേശുക്രിസ്തുവിനെ മുഖാഭിമുഖം കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം ജീവിക്കുന്ന സുവിശേഷമായി മാറുകയായിരുന്നു. പൗലോസായി മാറിയ സാവൂളിന് പിന്നീട് ദൈവത്തെ പ്രസാദിപ്പിക്കുക, അവിടുത്തോട് ഒന്നാകുക എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ ആത്മനാഥനു വേണ്ടി ഭൂമിയിൽ ആവുന്ന വിധത്തിലെല്ലാം അധ്വാനിച്ച ശേഷം ക്രിസ്തുവിനോട് മരണത്തിൽ ലയിക്കാനുള്ള വാഞ്ചയിൽ അദ്ദേഹം എഴുതി, ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എന്റെ വേർപാടിന്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി പൊരുതി, എന്റെ ഓട്ടം പൂർത്തിയാക്കി. വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതി മരണത്തിനു മുന്നിൽ ധീരതയോടെയും പ്രത്യാശയോടെയും വിശുദ്ധ പൗലോസിന് നിൽക്കാനായത് അദ്ദേഹത്തിന്റെ അടിയുറച്ച ദൈവവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. ലോകത്തിന്റെ എല്ലാ സുഖങ്ങളും പ്രഭുത്വങ്ങളും വിട്ടുപേക്ഷിക്കുകയും ക്രിസ്തുവിനെ അനുകരിച്ച് ദാരിദ്ര്യത്തെ സ്നേഹിക്കുകയും രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുകയും ചെയ്ത വിശുദ്ധനായിരുന്നു ഫ്രാൻസിസ് അസീസി. ക്രിസ്തുവിന്റെ മുറിവുകൾ ശരീരത്തിൽ വഹിച്ച അദ്ദേഹത്തിന്റെ മരണത്തോടുള്ള മനോഭാവം ആരെയും ചിന്തിപ്പിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, കർത്താവെ, എന്റെ സഹോദരിയായ മരണം വഴി ഞാൻ അങ്ങേക്ക് സർവ്വസ്തുതിയും അർപ്പിക്കുന്നു. അവളെ പുൽകുന്നതിൽ നിന്ന് മർദ്ദിനായ ഒരുവനും ഒഴിവ് കഴിവ് ഇല്ലല്ലോ. മാരകപാപത്തിൽ മരിക്കുന്നവന് ദുരിതം, എന്നാൽ അങ്ങയുടെ ഹിതത്തിൽ ജീവിക്കുന്നവനായി അവളെ കണ്ടെത്തുന്നവൻ അനുഗ്രഹീതൻ. പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഫ്രാൻസിനെ ഇംഗ്ലണ്ടിന്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിക്കാൻ ദൈവം പ്രത്യേകം നിയോഗിച്ച പെൺകുട്ടിയായിരുന്നു വിശുദ്ധ ജോവാൻ ഓഫ് ആർക്ക്. തന്റെ ദൗത്യം വിശ്വസ്തയോടെ നിർവഹിച്ച അവൾ വിജയത്തിന്റെ പ്രൗഢ നിമിഷങ്ങളിൽ ദൈവത്തെ മറന്നില്ല. വെറും 19-ാം വയസ്സിൽ വ്യാജ ആരോപണങ്ങളുടെ പേരിൽ അവളെ ജീവനോടെ ചുട്ടരിക്കുമ്പോഴും ദൈവവിശ്വാസത്തിലൂടെ കൈവന്ന സമാധാനവും ആനന്ദവും ആ മുഖത്ത് പ്രകടമായിരുന്നു. നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും സാത്താൻ ആരാധന സംഘടനകളും ലോകത്തിൽ വ്യാപിക്കുന്നത് തന്നെ ഒന്ന് ചിന്തിച്ചാൽ ദൈവം ഉണ്ട് എന്നതിന്റെ തെളിവല്ലേ? അസ്തിത്വമില്ലാത്ത ഒന്നിനെ എതിർക്കാനും അവഹേളിക്കാനും ബുദ്ധിയുള്ള ആരെങ്കിലും തുനിയുമോ? ഏതെങ്കിലും കാരണത്താൽ ദൈവത്തോട് കടുത്ത വെറുപ്പുള്ളവരാണ് നിരീശ്വരവാദികൾ. അസ്തിത്വമില്ലാത്ത ഒന്നിനെ വെറുക്കാനാവുമോ? വിശുദ്ധ കുർബാനയിലെ ദൈവസാന്നിധ്യം അറിയുന്നതുകൊണ്ടല്ലേ സാത്താൻ ആരാധകർ വിശുദ്ധ കുർബാന എത്തിക്കുന്നവർക്ക് വൻ തുക പ്രതിഫലം നൽകുന്നത്? 2 സഹസ്രാബ്ദത്തിലധികമായി പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് ലോകത്തിലെ ഏക പ്രസ്ഥാനമായി ക്രിസ്തുവിന്റെ സഭ നിലകൊള്ളുന്നതും ദൈവം എന്ന അനന്ത നിത്യ സത്യത്തിന്റെ അസ്തിത്വത്തിനുള്ള അടയാളമല്ലേ? എട്ടാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ ലാൻസിയാനോയിൽ ദിവ്യബലിക്കിടയിൽ അപ്പവും വീഞ്ഞും മാംസവും രക്തവുമായി മാറിയതും ഇന്നും അതിന്റെ തിരുശേഷിപ്പുകൾ ശാസ്ത്രലോകത്തിന് വിസ്മയമായി നിലകൊള്ളുന്നതും നിരീശ്വരവാദികൾക്ക് മുന്നിൽ ഇന്നും ചോദ്യങ്ങളായി അവശേഷിക്കുന്നു. 4-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ രക്തസാക്ഷിയായ വിശുദ്ധ ജനുവേരിയസിന്റെ തിരുശേഷിപ്പുകൾ ഇന്നും രക്തമായി മാറുന്നതിലെ അത്ഭുതം നിരീശ്വരവാദികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണോ?
വിവിധ കാലങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ സ്വർഗം നൽകിയിട്ടുള്ള പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യക്ഷീകരണങ്ങൾ നിരീശ്വരവാദികളെ നിശബ്ദമാക്കുന്നവയാണ്. അവസാന കാലഘട്ടത്തെപ്പറ്റി കർത്താവ് പ്രവചിച്ചു. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. ക്രിസ്തുവിനെയും അവിടുത്തെ അനുകരിക്കുന്നവരെയും വിഡ്ഢികളെന്നും ബുദ്ധിഹീനരെന്നും മുദ്രകുത്തുന്ന അനേകം പ്രസ്ഥാനങ്ങൾ തഴച്ചു വളരുകയാണ്. ലോകമെങ്ങും ഇന്ന് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നതും നമുക്ക് അജ്ഞാതമല്ല. എന്നാൽ ആദിമസഭയിലേതുപോലെ ഇന്നും കർത്താവിനായി ധീരതയോടെ രക്തസാക്ഷിത്വം വഹിക്കുന്നവരുടെ സാക്ഷ്യങ്ങൾ ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവിതത്തിന്റെ പ്രത്യാശയുടെ ജീവിക്കുന്ന അടയാളങ്ങളായി അനേകരെ ഇന്നും മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും സമാധാനത്തോടെ മരണത്തെ നേരിടുന്ന വിശുദ്ധരുടെ കഥകൾ ഇന്നും നമ്മുടെ തലമുറയിൽ ആവർത്തിക്കപ്പെടുകയാണ്. നിരീശ്വരവാദികൾക്ക് വിവരിക്കാനാകുമോ സഹനങ്ങളിൽ ഈ ക്രൈസ്തവർ പ്രകടിപ്പിക്കുന്ന സ്ഥൈര്യത്തിന്റെയും ധൈര്യത്തിന്റെയും പിന്നിലെ രഹസ്യം എന്താണെന്ന്? വിശുദ്ധ അഗസ്റ്റിൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഭൂതകാലമില്ലാത്ത ഒരു വിശുദ്ധനുമില്ല, ഭാവികാലമില്ലാത്ത ഒരു പാപിയുമില്ല. ഏതു നിമിഷം മടങ്ങി വന്നാലും ഇരു കൈകളും നീട്ടി നമ്മെ സ്വീകരിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. ആ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കുന്ന നിരീശ്വരവാദികളെ കാത്തിരിക്കുന്ന വിധി ഭയാനകമാണ്. സാത്താന്റെ കുടില തന്ത്രമാണ് നിരീശ്വരവാദം. അതിൽ പെടുന്നവരെ കാത്തിരിക്കുന്നത് നിത്യ നരകാഗ്നിയും. ക്ഷണിക സുഖങ്ങൾക്കു വേണ്ടി പരമസ്നേഹമായ ദൈവത്തെ നിഷേധിക്കുന്നത് വിഡ്ഢിത്തമല്ലേ? എന്തെന്നാൽ നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ ക്ലേശങ്ങൾ നിസ്സാരങ്ങളത്രേ. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ലോകവും അതിന്റെ നൈമിഷിക സുഖങ്ങളും വേണോ, അതോ ദൈവവും അവിടുത്തോടൊപ്പമുള്ള നിത്യമായ ആനന്ദവും വേണോ? ലോകം ഒരു അന്തിമ പോരാട്ടത്തിലാണ്. അന്തിമ വിജയം ദൈവത്തിൻ്റെതാണ്. അവിടുത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ ഗണത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകണം. അതാണ് സ്വർഗത്തിന്റെ ആഗ്രഹം.